ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വേലിച്ചീരയും പൊന്നാങ്കണ്ണി ചീരയുമാണ്. ഞങ്ങളുടെ പറമ്പിലെ കുറച്ച് വേലിച്ചീരയും പൊന്നാങ്കണ്ണി ചീരയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊരു ദിവസം ഞാനത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒത്തിരിയൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വേലിച്ചീര. അതിൻ്റെ കൂമ്പ് ഭാഗമാണ്, കൂമ്പും തണ്ടും ഇലയുമാണ് നമ്മൾ കറി വയ്ക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂമ്പൊക്കെ ഞാൻ ഒടിച്ചെടുത്തു. അതാണിത്. ഈ ഒരു ചുവടേ ഉള്ളൂ എനിക്ക്. ഇത് ഞാൻ ഒരു വീടിൻ്റെ മുൻപിൽ നിന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ചെറിയൊരു കമ്പ് തന്നതാണ്. അത് ഞാനിങ്ങനെ നട്ട്, നമ്മളത് ഒരു കെയറും കൊടുക്കണ്ട, നട്ടാൽ മതി, അത് തന്നെ അത് കിളുത്ത് വന്നോളും. വലിയ വളവും കൊടുക്കണ്ട, പറമ്പിലെ വളമൊക്കെ വലിച്ചെടുത്ത് അത് തന്നെ അങ്ങ് വളർന്നു വന്നോളും. നമ്മൾ മറ്റുള്ള ചീരയ്ക്ക് കെയർ കൊടുക്കും പോലൊന്നും കെയർ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് അങ്ങനെ അങ്ങ് പറമ്പിൽ വളർന്നോളും. ഇതിന് വേലിച്ചീരയെന്ന്, അതുപോലെ തന്നെ ചെക്കൂർ മാനിസ് എന്നുള്ളൊരു പേരും കൂടി ഇതിനുണ്ട്. പലതരം വൈറ്റമിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നും കൂടി ഇതിന് പേരുണ്ട്. ജീവകം ABC ധാരാളം ഉണ്ട് ഈ ഇലകളിലൊക്കെ. അതുപോലെ മാംസത്തിൻ്റെ ധാതുക്കളുടെ ഒക്കെ ഒരു കലവറയാണ് ഇത്, ഈ ചെക്കൂർ മാനിസ്. അതുപോലെ തന്നെ ഇത് നേത്ര രോഗത്തിനും ത്വക്ക് രോഗത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂമ്പിലകളാണല്ലോ, കൂമ്പ് തണ്ടും ഇലകളും ആണെങ്കിലോ, കാരണം നമ്മളത് ഒടിക്കുമ്പോൾ തന്നെ അത് തളർത്തങ്ങ് വന്നോളും. അതുകൊണ്ട് തന്നെ അത് ഒടിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. നമ്മൾ കറി വയ്ക്കാനായിട്ട് കൂമ്പും അതിൻ്റെ കൂമ്പും ഇലയും അതുപോലെ തണ്ടും ഒടിക്കുമ്പോൾ അതവിടെ നിന്ന് പിന്നെയും പൊട്ടി കിളുത്ത് ഒരു കുറ്റിച്ചെടി പോലെ അവിടെ നിന്നോളും. യാതൊരുവിധ കെയറും കൊടുക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ നിന്ന് വളർന്നോളും. നമുക്ക് വല്ലപ്പോഴൊക്കെ എടുത്ത് ഇതുപോലെ കറി വയ്ക്കാനും വളരെ നല്ലതാണ്. ധാരാളം വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് മൾട്ടി വൈറ്റമിൻ ഗ്രീൻ എന്നുള്ളൊരു പേരും കൂടി ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്ത് എന്തോരം വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന്. നമ്മളെപ്പോഴൊന്നും കറി വയ്ക്കുന്നില്ലല്ലോ, നമ്മൾ വല്ലപ്പോഴും ചീരക്കറികളൊക്കെ നമ്മളിതുപോലെ ഓരോ ചീരയും മാറി മാറി കറി വയ്ക്കാമല്ലോ. നമ്മൾക്ക് ചുമന്ന ചീര, അതുപോലെ പച്ചച്ചീര, അതുപോലെ അഗസ്തി ചീര, അതുപോലെ വേലിച്ചീര, അല്ലെങ്കിൽ ചെക്കൂർ മാനിസ്, അതുപോലെ പൊന്നാങ്കണ്ണി ചീര. അങ്ങനെ ഇപ്പം ഞാൻ ഏതായാലും ഇതും പൊന്നാങ്കണ്ണി ചീരയും കൂടിയാണ് കറി വയ്ക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇതാണ് പൊന്നാങ്കണ്ണി ചീര. ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഉത്ഭവം അമേരിക്കയിലാണ്. അമേരിക്കക്കാരാണ് ഇതിൻ്റെ ഇലകളൊക്കെ സലാഡിലൊക്കെ ഇട്ട് കഴിക്കുന്നത്. ഇതിപ്പം നമ്മളുടെ നാടുകളിലും വളരെ സുലഭമായിട്ടുണ്ട്. ഒരു ചെറിയൊരു തണ്ട് നട്ടാൽ മതി, ഇത് അങ്ങ് പടർന്ന് പിടിച്ചോളും ധാരാളം. നമ്മളിപ്പം അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ ബോക്സിലോ ഒക്കെ വെച്ചാലും നിറച്ച് പിടിച്ചോളും. പറമ്പിലാണെങ്കിലും ഒരു തണ്ട് വെച്ചാൽ മതി, അതങ്ങ് പിടിച്ചോളും. സാധാരണ ഇലക്കറിയുടെ ഗുണങ്ങളെല്ലാം ഈ നമ്മളുടെ പൊന്നാങ്കണ്ണി ചീരയ്ക്കും വേലി ചീരയ്ക്കും ഒക്കെ ഉണ്ട്. ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വൈറ്റമിൻ എ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ബീറ്റാ കരോട്ടിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നാഡികൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ചീര. കണ്ണിൻ്റെ ഈ മങ്ങലുകൾ ഒക്കെ മാറുവാനും അതുപോലെ രാത്രി വരുന്ന അന്ധതയൊക്കെ മാറുവാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഇല കറി വെച്ച് കൂട്ടുന്നത്. ഇതിൽ ധാരാളം വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഇത് നന്നായിട്ട് വളരുന്നത്. അതിനകത്ത് B1, B2, B3, വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന് ആണ് ഇത് ഏറ്റവും നല്ലത്. പൊന്നാങ്കണ്ണി ചീരയുടെ ഉപയോഗം തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ തണ്ട് ഒടിച്ച് നട്ടാൽ മതി, വ്യാപകമായിട്ട് ഇത് കിട്ടോളും. അത് വെയിൽ ലഭിക്കുന്ന ഭാഗത്തുള്ള ആ ഇല, വെയിൽ കിട്ടുന്ന ഭാഗത്ത് ചുമപ്പ് നിറമായിരിക്കും. വെയിൽ നന്നായിട്ട് കിട്ടാത്ത ഇലകളൊക്കെയാണ് ആ പച്ച നിറത്തിൽ നിൽക്കുന്നത്. കണ്ടോ? അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനും ഒരു ചുമപ്പ് കളറാണ്. എനിക്കിപ്പോൾ കുറച്ചേ ഉള്ളൂ. കണ്ടോ? കുറച്ചൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുള്ളൂ. ഇനി അത് മുറിച്ച് വെക്കുകയാണെങ്കിൽ ധാരാളം കിളുത്തോളും. അതുകൊണ്ട് തന്നെ ഇത് തന്നെ കറി വെച്ചാൽ ഏതായാലും കുറച്ചേ കിട്ടത്തുള്ളൂ. നമ്മൾ ചീര കറി വെച്ച് വരുമ്പോൾ എന്തായാലും കുറച്ചല്ലേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇലയും വേലി ചീരയുടെ ഇലയും കൂടി രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് കറി വെച്ചു. ഇതിൻ്റെയും കൂമ്പ ഇലകളാണ് ഞാൻ കറി വയ്ക്കുന്നത്. എന്താ വെച്ചാൽ കൂമ്പല, നമ്മൾ ചീരയുടെ ആണെങ്കിലും മൂത്ത തണ്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പലയും വേലിച്ചീരയുടെ കൂമ്പലയും തണ്ടും കൂടി ഞാൻ ഏതായാലും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ കറിക്കായി.
അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തു. അതിന് ശേഷം ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിഞ്ഞത് കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് ഒരു തേങ്ങയൊക്കെ ഒതുക്കി ചേർക്കണമല്ലോ. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 8 ചെറിയ ഉള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ കാന്താരി മുളകും ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ടു. പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി അത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ശരിക്കും ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്തോണ്ട് വരാം നമ്മൾക്ക്. അതിനുശേഷം നമ്മൾക്ക് ഒരു ചട്ടി ചൂടാകാനായിട്ട് വയ്ക്കാം. ചട്ടി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നിന്നും അരപ്പ് മുഴുവൻ നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് ഇളക്കി ഒന്ന് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ചൂടാക്കി എടുക്കാം. അരപ്പൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. ശേഷം ഒരു ടീസ്പൂണോളം ഉപ്പും, നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, രണ്ടും കൂടി അരിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, കുറച്ച് ചീരയല്ലേ ഉള്ളൂ പറമ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ കാണും പോലെയല്ല, ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ചുമന്ന ചീരയും പച്ചച്ചീരയും ഒക്കെ വയ്ക്കത്തില്ല, ആ ഒരു ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചീരകളിങ്ങനെ പലതും മാറി മാറി ഇങ്ങനെ കറി വെച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഒത്തിരി വൈറ്റമിൻസൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വേലിച്ചീരയും പൊന്നാങ്കണ്ണി ചീരയും ഒക്കെ ഒത്തിരി ഗുണമുള്ള ചീരകളാണ്. അപ്പോൾ അതിങ്ങനെ അരപ്പിലിട്ട് ഞാൻ നന്നായിട്ടൊന്ന്, നമ്മൾക്ക് വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ടല്ലോ, ചീരയ്ക്കകത്ത് തന്നെ സ്വല്പം വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് കിടന്നങ്ങ് വെന്തോളും. അപ്പോൾ ഞാൻ എല്ലാം കൂടി അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇലയല്ലേ, പെട്ടെന്ന് തന്നെ അത് വാടി വെന്ത് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ഈ വീഡിയോയും അതുപോലെ തന്നെ നമ്മളുടെ പൊന്നാങ്കണ്ണി വേലിച്ചീരയുടെ കറിയും അതുപോലെ അതിൻ്റെ ഇലകളും അതുപോലെ ചെടിയും ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇനി അതങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് വെന്ത് കിട്ടും. തട്ടിപ്പൊത്തി ഒരു ചീര വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. തട്ടിപ്പൊത്തി അങ്ങ് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഇളക്കി അതങ്ങ് യോജിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. തട്ടിപ്പൊത്തി അങ്ങ് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതവിടെ നിന്ന് നന്നായിട്ട് വെന്തോളും. ഇപ്പോൾ ശരി, നമ്മളുടെ നന്നായിട്ട് ആവിയൊക്കെ വന്ന് നമ്മുടെ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. അങ്ങനെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വേലിച്ചീര പൊന്നാങ്കണ്ണി ചീര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെയൊക്കെ തണ്ടൊക്കെ ഇല്ല എങ്കിൽ നിങ്ങൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലതല്ലേ, ഒത്തിരി വൈറ്റമിൻസൊക്കെ നമ്മൾക്ക് കിട്ടുന്നതല്ലേ. അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെയും അതുപോലെ തന്നെ വേലിച്ചീരയുടെയും ഒക്കെ തണ്ടുകൾ വെച്ച് പിടിപ്പിച്ച് അത് കറി വെച്ച് ഇതുപോലെയൊക്കെ കൂട്ടണം കേട്ടോ. ഓക്കേ.